എല്ലാരും വളരെ ആകാംക്ഷയിലിരിക്കായിരിക്കും അല്ലേ? മൂ അങ്ങനെ ജിന്നിനെ കിസ് അടിപ്പിച്ചല്ലേ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൽ എന്ത് സംഭവിക്കും അറിയാനായി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ വീഡിയോക്ക് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിന്നിന് വേണ്ടി അവിടെ നടത്തിയ പാർട്ടിക്കിടയിൽ ഭയങ്കരമായി ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്ന മൂ ജിൻ എവിടെയെന്ന് നോക്കാനേ വരുമ്പോ അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൾ വരുന്നത് കണ്ടവൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അവളെ കാണുമ്പോൾ തന്നെ നന്നായി ഡ്രിങ്ക്സ് അടിച്ചു എന്ന് മനസ്സിലാക്കുന്ന അവൻ നന്നായിട്ട് കുടിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിന് മറുപടി പറയുന്നില്ല. എന്റെ ഇവിടുത്തെ ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആയി, ഇനി ഞാനിപ്പോ എന്ത് ചെയ്യണം, എവിടെ പഠിക്കാൻ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അമ്മയോട് ചോദിക്കുന്നതല്ലേ നല്ലതെന്ന് അവൻ പറയുന്ന ടീം. അമ്മയോട് ചോദിച്ചാൽ അമ്മ എന്നോട് കാനഡയിലേക്ക് ചെല്ലാനല്ലേ പറയൂ, ഇവിടെ പഠിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഞാൻ അങ്ങനെ എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്മയെ കാണാൻ സാധിക്കില്ല, എന്നെ മിസ് ചെയ്യില്ല എന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല. അവന്റെ ആ മൗനം ഇഷ്ടപ്പെടാതെ അവനെ കിസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് എത്തിക്കുത്തിയൊക്കെയാണ് കിസ് ചെയ്യുന്നത്. എന്തായാലും ആ കിസ് അവന് ഭയങ്കരമായി ഷോക്കാക്കി. അതുകൊണ്ട് തന്നെ അവൾ കിസ് ചെയ്ത് മാറുമ്പോഴേക്കും നിനക്ക് എന്താ വട്ടായോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യവും ഇഷ്ടപ്പെടാത്ത അവൾ പ്രതിഷേധം അറിയിക്കുന്നത് വീണ്ടും അവനെ കിസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇത്തവണ അവൻ ഷോക്ക് ആവുകയോ നിനക്ക് എന്താ വട്ടാണെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ ആകെ മൊത്തത്തിൽ ഈ രണ്ടാമത്തെ കിസ്സിൽ കൺട്രോൾ പോകുന്നവൻ എനിക്ക് വട്ടായി എന്ന് തോന്നുന്നു പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തി ആ കിസ് അങ്ങ് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ അവർ ഭയങ്കരമായി ഇവിടെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം. അപ്പുറത്ത് സാൻലിയും മറ്റു കൂട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, അവരവിടെ കിടന്ന് ഇവരെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ പോയിരിക്കുക, എത്ര നേരമായി ഇങ്ങ് വാ എന്നൊക്കെ പറഞ്ഞ്. ഇനിയും ചെന്നില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും എന്ന് മനസ്സിലാക്കുമ്പോൾ മൂ പെട്ടെന്ന് ജിന്നിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായി ചുവന്ന് തുടുത്ത് വിളറി വെളുത്ത് എന്തൊക്കെയോ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവൾ അവിടെ ചെന്നിരിക്കുന്നത്. അവളാണ് ആ ഒരു കിസ്സിന് മുൻകൈ എടുത്തതെങ്കിലും കിസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾക്ക് എന്തൊക്കെയോ നെഞ്ച് പടപട ഇടിക്കുകയും സങ്കടം വരികയും എന്തൊക്കെയോ ഫീലിങ്സ് ആവുന്നുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞും വരുന്നുണ്ടായിരുന്നു. സാൻലി അവളുടെ മുഖവും കണ്ണും ഒക്കെ കണ്ട് ശ്രദ്ധിച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന ജിന്നിനോട് എന്താടാ നീ വീണ്ടും അവളെ വല്ല വഴക്കൊക്കെ പറഞ്ഞോ, ആളാകെ സങ്കടപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജിന്നു ഒന്നും മിണ്ടുന്നില്ല. സാൻലിക്ക് അറിയില്ലല്ലോ ഇവിടെ നടന്ന സംഭവ വികാസങ്ങള്. എന്തായാലും മൂഡൊന്ന് ചേഞ്ച് ചെയ്യാന്ന് കരുതി സാൻലി പെട്ടെന്ന് നമുക്ക് അടുത്ത വീക്കെൻഡ് ഹൈക്കിങ്ങിന് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കേബിൾ കാറിൽ വെതറൊക്കെ ക്ലിയർ ആയിരിക്കുമ്പോൾ നല്ലൊരു റൈഡ്, നല്ല രസമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ജിൻ എന്തോ ആലോചിച്ചിരിക്കായിരുന്നു. അവൻ പെട്ടെന്ന് വലിയതായിട്ട് ശ്രദ്ധിക്കാതെ ആ ശരി എന്ന് പറയുന്നുണ്ട്. മൂനോട് ചോദിക്കുമ്പോൾ മൂന് ഒന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ ഒന്നും മനസ്സ് കൈ കിട്ടുന്നില്ല. അവൾ ഈ കിസിന്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ കിളിവ് ഇരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് വല്ലാതെ പാനിക് ആവുന്നു എന്ന് മനസ്സിലാക്കുന്ന ജിൻ അവന്റെ കയ്യിൽ പതി അവളുടെ കൈ തട്ടുമ്പോൾ അവന്റെ കൈ അവളുടെ കൈയുമായി ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഞാനുണ്ട് കൂടെ, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്ക്. അപ്പോഴാണ് സത്യത്തിൽ അവക്കും സമാധാനാവുന്നത്. രണ്ടുപേർക്കും എന്തോ പറ്റിയല്ലോ, എന്ത് പറ്റി ഇനി വല്ല വഴക്കിട്ട് കാണുമെന്ന് ഓർത്ത് സാൻലി പെട്ടെന്ന് ഇവരുടെ മൂഡൊന്ന് മാറ്റിയെടുക്കാനായി ഒരു കാര്യം പറയുന്നു. അപ്പോഴേക്കും ഞാനാ അല്ല പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു പാർട്ടി നടത്തുന്ന എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫെങ്സി പെട്ടെന്ന് ജിന്നിന് 3rd പ്ലേസ് കിട്ടി, അവൻ ടോപ്പ് 3 എത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇതൊന്നും ഇവളോട് പറയേണ്ട ആവശ്യമില്ലാന്ന് പറ്റില്ല. സാൻലി ഫെങ്സിയോട് ആംഗ്യം കാണിക്കുമ്പോൾ എന്ത് ടോപ്പ് 3 എന്ത് ഫിനിഷ് ചെയ്തു എന്നിങ്ങനെ ഒന്നും മനസ്സിലാവാതെ ഞാൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ടോപ്പ് 3 ഡ്രിങ്കിങ് കള്ളുകുടിയിൽ ഇവൻ 3ാം സ്ഥാനം എത്തിയതുകൊണ്ടാണ് ഇന്നൊരു പാർട്ടി നടത്തുന്നതെന്നെല്ലാം അവർ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ടീം തന്നെ ഇപ്പോഴും ജിൻമുവിന്റെ കൈ വിട്ടിട്ടില്ല. അവൾക്കാണെങ്കിൽ ആ ടെൻഷനൊക്കെ മാറി അവൾ അവന്റെ കൈ മുറുകെ പിടിക്കുകയും ഭയങ്കര ഹാപ്പിയായി ഇങ്ങനെ ബ്ലഷ് ഒക്കെ ചെയ്തിരിക്കുകയൊക്കെ ചെയ്യാണ്. ഇതിന്റെ ഇടയിൽ ഞാനാ മൂവിന് കുടിക്കാനായി വെള്ളം കൊടുക്കുമ്പോഴേക്കും മൂവിന്റെ കൈ ഇങ്ങനെ ജിന്നിനെ പിടിച്ചിരിക്കല്ലേ, അതുകൊണ്ട് തന്നെ ആ കൈ പിടിക്കാതെ ജിന്നാണ് ആരും കാണാതെ പിടിച്ചിരിക്കുന്ന അവരുടെ കൈ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് മറ്റേ കൈയും കൊണ്ട് ഗ്ലാസ് വാങ്ങിച്ച് മൂവിന് കൊടുക്കുന്നതൊക്കെ. എന്തായാലും അവിടെ ഈ ഒരു പാർട്ടിയുടെ ഭാഗമായി പടക്കം പൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് മൂ വളരെ ഹാപ്പി ആയിരിക്കുകയാണ്. ഇതേ ടീം മൂവിനെ കണ്ടുകൊണ്ട് ജിന്നു അവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അന്ന് ആ ഒരു പാർട്ടിക്കൊക്കെ ശേഷം ഡ്രിങ്ക്സ് അടിച്ച് ഭയങ്കരമായി ഫിറ്റ് ആയിട്ടുണ്ടായിരുന്ന മൂവിനെ ജിന്നാണ് എടുത്തുകൊണ്ട് അച്ഛന്റെ വീടിന്റെ അവിടെ ആക്കാൻ പോകുന്നത്. ഡോറിന്റെ വെളിയിൽ എത്തുമ്പോഴേ അവൻ അവളെ ആക്കിയ ശേഷം പോകാനായി നോക്കുമ്പോൾ അവൾ വീടുന്നില്ല. അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവനും തിരിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ഒരുവിധം ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോഴും അവൾ അവന്റെ കവളിലൊക്കെ ഇങ്ങനെ പിടിച്ച് ഉമ്മ വയ്ക്കുന്ന കണക്ക് ആക്ഷൻ ഇട്ടോണ്ടിരിക്കുകയാണ്. ആള് വലിയ ബോധത്തിലൊന്നും അല്ല, ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്ന ആ ഒരു ഇതിലും കൂടി ഇങ്ങനെ കാണിക്കുന്നതാണെന്ന് അറിയാവുന്ന അവന് ചിരി വരുന്നുണ്ട്. എന്തായാലും ഒരുവിധം അവൾ അവിടെ ഉറക്കി കിടത്തിയ ശേഷം അവൻ പോകുന്നു. അടുത്ത ദിവസം നേരം വെളുത്തിട്ടൊന്നും അവൾ എണ്ണിക്കുന്നില്ല. ഏതാണ്ട് ഉച്ച സമയം ആകുമ്പോഴേക്കും പതിയെ ഉറക്കമുണ്ടായിരുന്ന അവൾക്ക് കണ്ണ് തുറക്കുമ്പോഴേ ജിൻ കിസ് ചെയ്ത കാര്യമാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് അവൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവിടെ സൗണ്ട് ഇടുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന ശബ്ദം കേട്ട് രണ്ടാനമ്മയും വരുന്നു. നാളെ നീ ഓക്കെ ആയ ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് ജിൻ അവളോട് ഇടയ്ക്കെപ്പോഴോ പറഞ്ഞിരുന്നു. അവൾ ഭയങ്കരമായി ഡ്രിങ്ക്സ് അടിച്ചതിന്റെ പുറത്താണ് അവനെ കിസ് ചെയ്തത്, അവൾക്ക് ഓർമ്മയില്ലാണ്ട് അവൾ ചെയ്തതാണെന്നാണ് അവൻ കരുതിയിരുന്നത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അവൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അത് അവൻ അറിയില്ലല്ലോ എന്ന് ഓർത്ത് അവൾ ഒന്ന് കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നീ നാളെ എണ്ണിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കണമെന്നും കൂടി അവൻ പറഞ്ഞിരുന്നത് ഓർത്ത് വേഗം തന്നെ ഞാൻ ഉണർന്നു എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവളുടെ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ അവൻ റിപ്ലൈ അയക്കുന്നു. ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, നീ എന്തായാലും ഗ്യാരേജിൽ വെയിറ്റ് ചെയ്യുക, അവിടെ വെച്ച് കാണാമെന്ന്. മെസ്സേജ് കാണുന്ന അവൾ ജിന്നിനെ നേരി കാണുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് സത്യം പറഞ്ഞ എക്സൈറ്റ്മെന്റിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളോർത്ത് നല്ല ഒരു ചമ്മലിലൊക്കെ അങ്ങനെ മിക്സഡ് ഇമോഷനിൽ ഇരിക്കുകയാണ്. പിന്നീട് അവൾ റെഡിയായി ഗ്യാരേജിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ജിന്നില്ല, ബാക്കി സ്റ്റാഫ് ഒക്കെ ഉണ്ട്. അവൾ അവിടെ കുറെ
സ്നാക്സും ഒക്കെ വാങ്ങിപ്പോയി അതൊക്കെ കഴിച്ചുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം പോകുന്നു. ഗാരേജിലെ ബാക്കി സ്റ്റാഫ്സ് ഒക്കെ പോകാറാകുമ്പോഴും അവൾ അവിടെ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റാഫ്സിനൊക്കെ ഒരു കാറ് നാളത്തെ ഒരു ടെസ്റ്റിന് വേണ്ടി റെഡിയാക്കാനായി ജിൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത്. അവരും ഇവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട്. പോകുന്നതിന് മുന്നേ അവളോട് ഗുഡ് ബൈ പറയുന്നവർ അവൾ വെയിറ്റ് ചെയ്തിരിക്കല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ തിരക്കിയിട്ടാണ് പോകുന്നത്. തുടർന്ന് കുറേ നേരം ഇരുന്നിരുന്ന് ഒത്തിരി ലേറ്റ് നൈറ്റ് ആകുമ്പോഴേക്കും അവൻ എന്തോ തിരക്കൊക്കെ കഴിഞ്ഞെത്തുന്നുണ്ട്. അവൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നവൻ പക്ഷെ അവളുടെ അടുത്തേക്ക് അങ്ങനെ സംസാരിക്കാൻ പോവാതെ നേരെ ഫ്രഷ് ആവാനായി പോകുന്നു. എന്തായാലും അങ്ങനെ അവൻ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൾ അവിടെ അകത്ത് TV കാണാൻ റെഡി ആയിരിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന അവൻ നീ ഇപ്പൊ ഓക്കെ ആണോ, ബോധമൊക്കെ ഉണ്ടോ എന്ന് മറ്റും ചോദിക്കുമ്പോൾ ഞാനിപ്പോ ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ലാന്ന് അവള് പറയുമ്പോൾ ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ചതിന്റെ പുറത്താണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ അത് കുഴപ്പമില്ല, അത് തിരുത്താനായിട്ട് സമയമുണ്ട്, അത് ആലോചിച്ച് നീ സങ്കടപ്പെടണ്ട എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും അവൾ ഞാൻ ഇന്നലെ അത് ചെയ്തതൊക്കെ തന്നെ സത്യത്തിൽ ഡ്രിങ്ക്സ് അടിച്ച് ഒട്ടും ബോധം ഇല്ലാണ്ടൊന്നും അല്ല, എനിക്ക് ചെയ്തത് എന്താണെന്ന് നല്ല ഓർമ്മയുണ്ടായിരുന്നു എന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഷോ വേണ്ടായിരുന്നു എന്ത് വിചാരിക്കുന്നു പെട്ടെന്ന് ഒരു ചമ്മല്. എന്തായാലും അവൾ ഇത്രയും പറയുമ്പോഴേക്കും അവൾ നല്ല ഓർമ്മയിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചതെന്ന് മനസ്സിലാക്കുന്ന അവൻ നൈസായി ചിരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പെട്ടെന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ടൊന്നും ഫീൽ ചെയ്യാനും സാധിച്ചില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ശരി നീ വാന്ന് പറഞ്ഞ് അവളെ അവൻ അവന്റെ റൂമിലേക്ക് വിളിച്ചോണ്ട് പോവുകയും അവിടെ ഒരു ബോക്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു പെൻഡന്റ് എടുത്ത് അവൾക്ക് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ ലൈഫിൽ കുറെ പേര് വന്നിട്ടും പോയിട്ടും ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ആരുടെയും കാര്യത്തിൽ സീരിയസ് ആയിട്ടേ ഇല്ല. ഞാൻ ഒരാളുടെ കാര്യത്തിൽ സീരിയസ് ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിൽ നിന്ന് പിന്മാറുകയില്ലാന്ന് അവൻ പറയുമ്പോ ഞാൻ ഈ കാര്യത്തിൽ വളരെ സീരിയസാ, ഞാനും പിന്മാറില്ലാന്ന് അവളും അപ്പോ പറയുന്നുണ്ട്. അത് കേൾക്കുന്നവൻ വേഗം തന്നെ ആ ഒരു പെൻഡന്റ് അവൾക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത് ആരുടേതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ലാന്ന് അവൾ പറയുന്ന ടീം ഇതെന്റെ അമ്മയുടേതാ, എന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ അത്രയും പ്രഷ്യസ് ആയി സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്തിനാ ഇപ്പൊ തനിക്ക് തന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയാം, പക്ഷെ ഉടനെ അല്ല, പതിയെ പതിയെ, അതിനു മുന്നേ എല്ലാം പുതുതായി തുടങ്ങാം, ഇതിനി നിനക്കുള്ളതാ എന്നിങ്ങനെ അവൻ പറയുമ്പോൾ തന്നെ അവളുടെ ആ ഒരു ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്ത് അതേ ഫീലിങ്സ് തിരിച്ച് അവളോടുമുണ്ട് എന്നത് അവൻ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവൾ ആ ഒരു അവസരം മുതലാക്കാനായി ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോ എന്ത് പറയണമെന്ന് നീ വിചാരിക്കുന്നതെന്നും കൂടി അത് കേട്ട് അവൻ ചോദിക്കുമ്പോൾ അല്ല ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ശരിയല്ല എന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് വേറെ വഴിയില്ല, അച്ഛന്റെ വീട്ടില് റൂട്ടർ കംപ്ലൈന്റാ, അവിടെ നെറ്റ് കിട്ടത്തില്ല, എനിക്ക് നെറ്റ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവൾ കെഞ്ചുമ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടി അവൾ അടുത്ത സാധനം നശിപ്പിച്ചു എന്ന് ഇത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും അവളുടെ അടവ് എന്താണെന്നൊക്കെ നന്നായി അപ്പോഴേക്കും ജിന്നിന് മനസ്സിലായിട്ടുണ്ട്. വേഗം തന്നെ രണ്ടാനമ്മയ്ക്ക് ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല, ഗ്യാരേജിലാണുള്ളത് എന്ന് മെസ്സേജ് അയക്കുമ്പോൾ അവർ ഈ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ വല്ലതും തെറ്റായിട്ട് വിചാരിക്കുമെന്ന് അവൾക്കൊരു ഡൗട്ട്. അപ്പോൾ അവൻ എന്നാ ശരി നീ വീട്ടിൽ പൊക്കോന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, ഒരു കാര്യം ചെയ്യും ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് മാത്രം മെസ്സേജ് അയക്കേണ്ട, അവിടെ റൂട്ടർ കംപ്ലൈന്റ് ആയതുകൊണ്ടും എനിക്ക് പഠിക്കാൻ വൈഫൈ വേണം എന്നതുകൊണ്ടും ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് അങ്ങനെ പറയാനായി പറയുന്നു. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഡൗട്ടൊന്നും തോന്നില്ലായിരിക്കുമല്ലോ അല്ലേന്നും കൂടി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഡൗട്ടൊന്നും തോന്നില്ല, നീ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പറയണേന്ന് പറഞ്ഞ് ജിൻ പറഞ്ഞ അവർക്ക് ഒരു ഡൗട്ടും തോന്നില്ല എന്ന് പറഞ്ഞ് ജിന്നിനോട് കാര്യങ്ങൾ പറയാനേ വിടുമ്പോൾ അവൻ ഫോൺ വിളിക്കാൻ ഈ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം തിരിച്ച് അവളുടെ അടുത്തേക്ക് എത്തുന്നത് കോഫിയുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം അവൻ കുടിച്ച കോഫി വാങ്ങിച്ച് കുടിച്ച് അവൾക്ക് അത് വല്ലാതെ കയ്പായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ കോഫി കൊടുക്കുമ്പോൾ അത് കുടിക്കാനേ അവൾ മടിച്ചിരിക്കുമ്പോൾ കുടിച്ചു നോക്കാനേ അവൻ പറയുന്ന ടീം കുടിക്കുന്ന അവൾ ആകെ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. കാരണം മുന്നത്തെ കണക്കല്ല, നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടല്ലോ കയ്പില്ലല്ലോ എന്ന് അവൾ പറയുമ്പോൾ നിനക്കിനി കയ്പൊന്നും ഞാൻ തരില്ല, കയ്പേറിയ ഒന്നും നിന്റെ ലൈഫിൽ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അവൻ വളരെ റൊമാൻറ്റിക് ആയി അവിടെ പറയുന്നുണ്ട്. ഈ ടീം അവൾ അവന്റെ കോഫി വാങ്ങിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല കയ്പുണ്ടായിരുന്നു, കൊള്ളൂല എന്ന് പറഞ്ഞ് അവൾ അത് തിരിച്ചു കൊടുക്കുമ്പോഴേക്കും അവൻ അവളെ പെട്ടെന്ന് കിസ് ചെയ്യുന്നു. അതിനുശേഷം ആ കിസ്സിങ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവൾക്ക് അല്പം മുന്നേ വരെ ജിൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവനെ ഈ കുറച്ചു നേരമായിട്ട് പോലും മിസ് ചെയ്യുന്നത് അങ്ങോട്ട് സഹിക്കാൻ വയ്യ. അവനെ പറ്റി തന്നെ ആലോചിച്ച് ഒരു സമാധാനവും ഇല്ലാണ്ടാവുന്ന അവൾ വേഗം തന്നെ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്, അവനെ കാണണം മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ്. വേഗം തന്നെ അവനും മെസ്സേജ് കിട്ടിയപാടെ അവളെ കാണാനായി എത്തുന്നു. തുടർന്ന് രണ്ടുപേരും അച്ഛന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ കണ്ണും അടക്കി നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്ന അച്ഛൻ എന്താടാ ജിന്നെ നീ ഈ സമയത്ത് പതിവില്ലാണ്ട് ഇപ്പോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛൻ ഫോണിൽ കാർഡ് ഗെയിംസ് കളിക്കാറില്ലേ, അതിൽ കിട്ടിയ പോയിന്റ്സ് റെഡീം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ, അത് നോക്കാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോ എന്റെ ഫോണിൽ ഞാൻ അത് കുറച്ചു ദിവസം മുന്നേ പറഞ്ഞല്ലേ, നീ ഇപ്പോഴാണോ അത് ചെയ്തു തരാൻ വരുന്നതെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അവൻ ആക്ച്വലി അതിനൊന്നും വന്നതല്ല, നമ്മുടെ മിസ് ചെയ്യുന്നു മെസ്സേജ് അയച്ചപ്പോ ഓടി വന്നതാണ് അവളെ കാണാനേ. പക്ഷെ അച്ഛന് മുമ്പേ അത് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇങ്ങനെ ഒരു നമ്പർ ഇറക്കുമ്പോൾ അപ്പോഴാണ് അച്ഛന് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ചാർജ് ഇല്ല എന്ന് പറയുന്നത്. സാരില്ല, ചാർജ് കയറട്ടെ, അത്രയും നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് അവനും പറയുന്നു. അത്രയും നേരം കൂടി മൂനെ കാണാലോ. അങ്ങനെ അച്ഛനകത്തേക്ക് പോകുന്ന ടീം അവളാകട്ടെ എന്നെ കാണാനായിട്ടല്ലേ വന്നതെന്ന് ചോദിക്കും.
ചോദിക്കുമ്പോ അതെ നീ എല്ലാം എന്നെ മിസ് ചെയ്തു അപ്പൊ വരണ്ടേന്ന് അവൻ പറയുമ്പോ ഞാനൊന്നും മിസ് ചെയ്തില്ല എന്ന് മറ്റുള്ള അവൾ ജാട ഇടുമ്പോ പിന്നെ മെസ്സേജ് അയച്ചാരാണെന്നല്ല അവനും ചോദിക്കുന്നു. അപ്പോഴേക്കും അവളാവട്ടെ അവിടെയുള്ള ഒരു ഗ്രേപ്സ് തട്ടിയിടുന്നുണ്ട്. അതെടുക്കാനായി അവൻ കുനിയുമ്പോഴേക്കും അവൾ അവനെ കിസ് ചെയ്യുന്നു. തിരിച്ചവൻ കിസ് ചെയ്യാനായി ഒരുങ്ങുമ്പോഴേക്കും അച്ഛൻ വിളിക്കുന്നുണ്ട് ചാർജ് ആയി എന്നും പറഞ്ഞു. തുടർന്ന് അവൻ അങ്ങോട്ടേക്ക് പോന്നു. അച്ഛന് ഓൺലൈനായി കാർഡ് ഗെയിം കളിച്ച് കിട്ടിയ ആ ഒരു പോയിന്റ്സ് ഒക്കെ റെഡീം ചെയ്യുമ്പോൾ 5 കിലോ അരി സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് മൂ വന്നിരുന്ന് ജിന്നിനെ നോക്കാണ്. അച്ഛൻ ഇങ്ങനെ അച്ഛന്റെ ഗെയിമിന്റെ ഒക്കെ പൊങ്ങച്ചടിച്ച് വിടുമ്പോ ജിൻ മൂവിനെയും മൂ ജിന്നിനെ നോക്കി ഹാപ്പിയായി എവിടെ ഇരിക്കുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അരിയൊക്കെ വീട്ടിലെത്തുന്നും പറഞ്ഞ് അവൻ പോകാനായി നിൽക്കുമ്പോൾ അവൾക്ക് സങ്കടം. വേഗം തന്നെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട് ബാൽക്കണിയിലേക്ക് വന്ന്. ആ മെസ്സേജ് കണ്ട ഉടനെ അവൾ വേഗം ബാൽക്കണിയുടെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ കാറിന്റെ ഡിക്കി തുറന്ന് അതിൽ നിന്ന് കുറെ കളർഫുൾ ആയ ബലൂൺസ് ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ് ഹൗസ് ട്രിപ്പിന്റെ ഒരു റീക്രിയേഷൻ കണക്ക്. അതായത് കൊച്ചിലെ അവളായിട്ട് ഇങ്ങനെ ഒരു പടം കാണിച്ച് ഇതേപോലെ ബലൂണൊക്കെ ഇഷ്ടംപോലുള്ള സ്ഥലത്ത് നമുക്കൊരു ദിവസം പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായും അങ്ങനെ കൊണ്ടുപോകാന്ന് അവൻ അവളോട് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇത് കാണുന്നവൾ അത് ഓർത്ത് വളരെ ഹാപ്പി ആവുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെ മുന്നേ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും അല്ലെ. എന്റെ 10ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ ചേട്ടനെ നഷ്ടമായി. അന്ന് ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ തിരിച്ച് അവന്റെ അടുത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഇന്ന് അവൻ എന്റെ എല്ലാം ആണെന്നെല്ലാം അവളിങ്ങനെ മനസ്സിലോർത്ത് വളരെ ഇമോഷണലായി നിൽക്കുകയാണ്. അവളെ ഹാപ്പി ആക്കാനായി അവൻ എന്ത് ചെയ്യും. അവളുടെ എല്ലാവിധ സന്തോഷവും സങ്കടവും എല്ലാം അവൻ അറിയാവുന്നൊക്കെ ഓർത്ത് അവൾ ഭയങ്കരമായിട്ട് ഇത് ഇമോഷണലായി ഇങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് ഇപ്പൊ എന്തായാലും ഒരു സർപ്രൈസ് അവൻ കൊടുത്തിരിക്കല്ലേ ആ ടീം. അവൾ അവനോട് ഉറക്കെ പറയുന്നുണ്ട് ന്യൂ ഇയറിന് എന്റെ വകയും ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. പക്ഷെ അതെന്താണെന്ന് ഇപ്പൊ പറയില്ലാന്ന് അവൾ പറയുന്ന ടീം. നീ എനിക്ക് എന്ത് തന്നാലും എനിക്ക് അത് ഒരുപാട് ഇഷ്ടാവും. എന്തായാലും ഇപ്പോ എന്റെ പൊന്നുമോള് പോയി കിടന്ന് ഉറങ്ങാനായി പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവരിവിടെ മനോഹരമായി പ്രണയിക്കാനായി ആരംഭിച്ചിരിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.